CBSE പരീക്ഷയിൽ കുട്ടികൾ നിരാശരാണ് റിസൾട്ട് വന്നതിന് ശേഷം. ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ നിരാശരായത് എന്ന് നമുക്ക് ധരിക്കേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. CBSEയുടെ പല നോട്ടിഫിക്കേഷനിലും അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചും ട്രയൽ ആൻഡ് എറർ മെത്തേഡും മോക്ക് ടെസ്റ്റും എല്ലാം അതിൽ കൃത്യമായി ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശരിയും തെറ്റും അനലൈസ് ചെയ്യുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. കുട്ടികളറിയണം നമ്മളൊരു പുതിയ മെത്തേഡിലേക്ക് പോവുകയാണ് എന്ന്. ദർ ഇസ് എ ചേഞ്ച്. അഡാപ്റ്റബിലിറ്റി, അതിനനുസരിച്ച് നമ്മുടെ പരീക്ഷയോടുള്ള കാഴ്ചപ്പാട്, പരീക്ഷ എഴുതുന്ന രീതി, പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതി, എല്ലാത്തിലും ഒരു ഹോളിസ്റ്റിക് ആയിട്ടൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ്. ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം ഒരു പുതിയ കാര്യമായി കുട്ടികളുടെ മുന്നിൽ വരുമ്പോൾ അവർ അതിൽ പരിചിതരായിരിക്കണം. ആ പരിചയം ഉണ്ടാക്കിയെടുക്കാൻ ഈ വരുന്ന വർഷങ്ങളിൽ കുട്ടികൾ തയ്യാറാകണം. അതിൻ്റെ ഇപ്പോൾ നടന്ന എക്സാമിനേഷൻ്റെ ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നു. നമുക്കറിയത്തില്ല. ദിസ് ഗവൺമെൻറ് ഹാസ് ടു ഡു ദാറ്റ് ആൻഡ് ദർ ആർ പ്രോസ് ആൻഡ് കോൺസ്. വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ അനാലിസിസ്. വി ഹാവ് ടു ഫോളോ ദ ഗവൺമെൻറ് റൂൾസ്. സോ ലെറ്റ് us see the coming exams with a new energy, new vision and ready to face it, the change. ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം എന്ന ഒരു സിസ്റ്റത്തിനോട് നമ്മൾ കൺഫോമിറ്റി വരുത്തി അല്ലെങ്കിൽ അനുരൂപരായി മാറാൻ തക്കവണ്ണം നമ്മുടെ സ്റ്റഡി മെത്തേഡിനെയും ടീച്ചിങ് മെത്തേഡിനെയും എക്സാം റൈറ്റിംഗ് മെത്തേഡിനെയും നമുക്ക് മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കാം. താങ്ക് യു.